എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് ലോകം എക്കാലവും ഓർമ്മിക്കാൻ പോകുന്ന രോമാഞ്ചത്തിന്റെ എല്ലാ അതിരുകളും ഭേദിച്ച് ഒരു അവിസ്മരണീയ പോരാട്ടത്തിനാണ് ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലുള്ള ഓൾഡ് ട്രാഫോർഡ് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. ഈ മത്സരം കേവലം ഒരു കളിയായിരുന്നില്ല, മറിച്ച് ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ സംഹാരതാണ്ഡവത്തിന്റെയും ബൌളർമാരുടെ തീപാറുന്ന പോരാട്ടവീര്യത്തിന്റെയും നേർക്കാഴ്ചയായിരുന്നു. നിങ്ങളുടെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുന്ന ആ മാന്ത്രിക നിമിഷം നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. എന്നാൽ അതിനു മുമ്പ് നിങ്ങളൊരു കടുത്ത ടീം ഇന്ത്യ ആരാധകനാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ടോസ് നേടിയ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ സംശയലേശമന്യേ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചതോടെയാണ് ഈ ഇതിഹാസതുല്യമായ അധ്യായത്തിന് തുടക്കമായത്. കാണികളുടെ കാതടപ്പിക്കുന്ന ആരവങ്ങൾക്കിടയിലൂടെ രോഹിത് ശർമ്മയും യുവതാരം വൈഭവ് സൂര്യവംശിയും ഓപ്പണിംഗിനായി മൈതാനത്തേക്കിറങ്ങിയപ്പോൾ തന്നെ സ്റ്റേഡിയത്തിലെ അന്തരീക്ഷം അതിന്റെ പാരമ്യത്തിലെത്തിയിരുന്നു. ജോഫ്ര ആർച്ചർ എറിഞ്ഞ ആദ്യ ഓവറിൽ തന്നെ കവർ ഡ്രൈവുകളിലൂടെയും മിഡ് വിക്കറ്റിലേക്കുള്ള അതിശക്തമായ ഫ്ലിക്കുകളിലൂടെയും രോഹിത് തന്റെ നയം വ്യക്തമാക്കി. മറുഭാഗത്ത് മാർക്ക് വുഡിനെതിരെ വളരെ ശ്രദ്ധയോടെ തുടങ്ങിയ വൈഭവ് സൂര്യവംശി അധികം വൈകാതെ തന്നെ തന്റെ ഗിയർ മാറ്റി. ബാക്ക് ഫുട്ടിൽ നിന്നുള്ള കട്ടുകളും കയർ ഊരിവിട്ടതുപോലെയുള്ള സ്ട്രെയിറ്റ് ഡ്രൈവുകളും പായിച്ച് കാണികളെ ആവേശത്തിലഴ്ത്തി. മത്സരത്തിന്റെ 7ാം ഓവറിൽ ജോഫ്ര ആർച്ചറുടെ ഒരു ഷോട്ട് ബോളിനെ രോഹിത് ശർമ്മ അതിശക്തമായ ഒരു പുൾ ഷോട്ടിലൂടെ മിഡ് വിക്കറ്റിന് മുകളിലൂടെ ഗാലറിയിൽ എത്തിച്ചപ്പോൾ അത് വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന്റെ ഒരു സൂചന മാത്രമായിരുന്നു. 10ാം ഓവറിനു ശേഷം സിംഗിളുകൾക്ക് പകരം കൂറ്റൻ ഷോട്ടുകളിലേക്ക് തിരിഞ്ഞ വൈഭവിന്റെ ഊഴമായിരുന്നു പിന്നീട്. ആദിൽ റഷീദിന്റെ പന്തുകളിൽ ക്രീസിന് പുറത്തേക്കിറങ്ങി ലോങ് ഓണിലൂടെ പായിച്ച കൂറ്റൻ ഷോട്ടുകളും മുട്ടുകുത്തി നേടിയ ഗംഭീര സ്വീപ്പുകളും ആ യുവതാരത്തിന്റെ അസാമാന്യമായ ആത്മവിശ്വാസം വിളിച്ചോതുന്നതായിരുന്നു. 15ാം ഓവറിൽ തുടർച്ചയായി 2 തവണ പന്ത് അതിർത്തി കടത്തി റൺ റേറ്റ് കുതിച്ചുയർത്തിയ വൈഭവ് ബൌളർമാരുടെ തന്ത്രങ്ങൾ മുൻകൂട്ടി കണ്ട് ആക്രമണം അഴിച്ചുവിടുന്നതിൽ തന്റെ അസാമാന്യ മികവ് പ്രകടിപ്പിച്ചു. 18ാം ഓവറിൽ മാർക്ക് വുഡിനെതിരെ ബൗണ്ടറി നേടി വെറും 42 പന്തുകളിൽ നിന്ന് വൈഭവ് തന്റെ അർദ്ധ സെഞ്ചുറി തികച്ചപ്പോൾ ഗാലറിയിൽ ഉയർന്ന കരഘോഷം ഒരു വലിയ ഇന്നിംഗ്സിന്റെ പിറവി അറിയിക്കുന്നതായിരുന്നു. മറുഭാഗത്ത് തന്റെ വിശ്വരൂപം പുറത്തെടുത്ത നായകൻ രോഹിത് ശർമ്മ വെറും 69 പന്തുകളിൽ നിന്ന് തന്റെ ഗംഭീര സെഞ്ചുറി പൂർത്തിയാക്കി. എന്നാൽ 27ാം ഓവറിൽ മത്സരത്തിനൊരു ചെറിയ വഴിത്തിരിവുണ്ടായി. ജോഫ്ര ആർച്ചറുടെ പന്തിൽ പുൾ ഷോട്ടിന് ശ്രമിച്ച രോഹിത് അല്പം തിടുക്കം കാണിക്കുകയും ഡീപ് മിഡ് വിക്കറ്റിൽ വിൽ ജാക്സന്റെ കൈകളിൽ ഒതുങ്ങുകയും ചെയ്തു. 7 പടുകൂറ്റൻ സിക്സറുകളും 8 ബൗണ്ടറികളും ഉൾപ്പെടെ 122 റൺസ് അടിച്ചുകൂട്ടിയ ആ അവിസ്മരണീയ ഇന്നിംഗ്സ് ഇന്ത്യയുടെ കൂറ്റൻ സ്കോറിന് ഇതിനകം തന്നെ ഉറച്ച അടിത്തറ പാരിയിരുന്നു. രോഹിത് പുറത്തായതിന് പിന്നാലെ ക്രീസിലെത്തിയ സാക്ഷാൽ വിരാട് കോഹ്ലിയെ കൂലി കോഹ്ലി എന്ന അലർച്ചയോടെയാണ് സ്റ്റേഡിയം വരവേറ്റത്. തുടക്കത്തിൽ തികഞ്ഞ സംയമനം പാലിച്ച കോഹ്ലി മനോഹരമായ ഡ്രൈവുകളിലൂടെയും സിംഗിളുകളിലൂടെയും ഇന്നിംഗ്സ് മുന്നോട്ട് നയിച്ചപ്പോൾ മറുഭാഗത്ത് വൈഭവ് സൂര്യവംശി തന്റെ ആക്രമണം കൂടുതൽ കടുപ്പിച്ചു. 30ാം ഓവറിന് ശേഷം വിൽ ജാക്സനെതിരെ തുടർച്ചയായ ബൗണ്ടറികളും ബ്രൈഡൻ കാർസിനെതിരെ കവറുകൾക്ക് മുകളിലൂടെയുള്ള കൂറ്റൻ ഷോട്ടുകളും പായിച്ച വൈഭവിന്റെ ബാറ്റ് അക്ഷരാർത്ഥത്തിൽ തീ തുപ്പുകയായിരുന്നു. 35ാം ഓവറിൽ കേവലം 86 പന്തുകളിൽ നിന്ന് ക്ലാസും ആക്രമണോത്സാഹവും സമന്വയിപ്പിച്ച് വൈഭവ് തന്റെ സെഞ്ചുറി തികച്ചപ്പോൾ അത് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു പുതിയ താരോദയത്തിന്റെ പ്രഖ്യാപനമായി മാറി. എന്നാൽ തൊട്ടടുത്ത ഓവറിൽ നിർഭാവ്യം കോഹ്ലിയെ വേട്ടയാടി. ആദിൽ റഷീദിന്റെ പന്തിൽ സ്വീപ്പ് ചെയ്യാൻ ശ്രമിച്ച വിരാട് കോഹ്ലിയുടെ ബാറ്റിൽ എഡ്ജ് ചെയ്ത പന്ത് ഡീപ് സ്ക്വയർ ലെഗിൽ ക്യാച്ചായി മാറിയതോടെ 48 റൺസ് എടുത്ത കോഹ്ലിക്ക് മടങ്ങേണ്ടി വന്നു. തുടർന്ന് ക്രീസിലെത്തിയ ശ്രേയസ് അയ്യർ നേരിട്ട ആദ്യ പന്തിൽ തന്നെ ക്രീസിന് പുറത്തേക്കിറങ്ങിയത് മുൻകൂട്ടി കണ്ട ആദിൽ റഷീദ് പന്ത് വൈഡായി എറിയുകയും വിക്കറ്റിന് പിന്നിൽ ജോസ് ബട്ട്ലർ ഒരു പിഴവും വരുത്താതെ അയ്യരെ സ്റ്റംപ് ചെയ്ത് പുറത്താക്കുകയും ചെയ്തു. ഒരേ ഓവറിൽ 3 വിക്കറ്റുകൾ വീഴ്ത്തി ഇംഗ്ലണ്ട് മത്സരത്തിലേക്ക് ശക്തമായി തിരിച്ചു വന്നു എന്ന് തോന്നിപ്പിച്ച നിമിഷം. എന്നാൽ ക്രീസിലെത്തിയ ഹർദിക് പാണ്ഡ്യയുടെ മനസ്സിൽ മറ്റൊന്നുണ്ടായിരുന്നു. നേരിട്ട ആദ്യ പന്തിൽ തന്നെ സ്ട്രെയിറ്റ് ബാറ്റ് കൊണ്ട് ലോങ് ഓഫിലൂടെ പന്ത് ഗാലറിയിൽ എത്തിച്ച പന്ത് താൻ വെറുതെ സമയം കളയാൻ വന്നതല്ലെന്ന് വ്യക്തമാക്കി. 42ാം ഓവറിൽ തുടർച്ചയായ 3 ബൗണ്ടറികൾ നേടി വൈഭവ് ഇംഗ്ലീഷ് ബൌളിംഗ് നിരയുടെ നടുവൊടിച്ചപ്പോൾ അവസാന ഓവറുകളിൽ ഹർദിക്കിന്റെ ഫ്ലാറ്റ് സിക്സറുകളും വൈഭവിന്റെ ക്ലീൻ ഹിറ്റിംഗും കൂടിയായപ്പോൾ മൈതാനം തീരെ ചെറുതായതുപോലെ തോന്നി. 141 റൺസുമായി പുറത്താകാതെ നിന്ന വൈഭവ് സൂര്യവംശിയും വെറും 49 പന്തുകളിൽ നിന്ന് 74 റൺസ് അടിച്ചുകൂട്ടിയ ഹർദിക് പാണ്ഡ്യയും ചേർന്ന് 50 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 396 റൺസെന്ന് ഹിമാലയൻ സ്കോറിലേക്ക് ഇന്ത്യയെ എത്തിച്ചു. ഇത് കേവലം ഒരു സ്കോർ ആയിരുന്നില്ല, മറിച്ച് ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ ആഴവും ആത്മവിശ്വാസവും വിളിച്ചോതുന്ന ഒരു തുറന്ന പ്രഖ്യാപനമായിരുന്നു. 396 റൺസ് എന്ന പടുകൂറ്റൻ ലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഇംഗ്ലണ്ട് വളരെ ആത്മവിശ്വാസത്തോടെയാണ് തുടങ്ങിയത്. ഓപ്പണർമാരായ ഫിൽ സാൾട്ടും ജോസ് ബട്ട്ലറും ചേർന്ന് പവർ പ്ലേയിൽ ഇന്ത്യൻ ബൌളർമാരെ സമ്മർദ്ദത്തിലാക്കി 78 റൺസിന്റെ അതിവേഗ കൂട്ടുകെട്ട് പടുത്തുയർത്തിയപ്പോൾ ഇംഗ്ലണ്ട് ഈ ലക്ഷ്യം കണ്ട് ഒട്ടും ഭയക്കുന്നില്ല എന്ന് തോന്നിപ്പിച്ചു. എന്നാൽ നായകൻ രോഹിത് ശർമ്മ പന്ത് ഹർദിക് പാണ്ഡ്യയ്ക്കും തന്റെ ആദ്യ സ്പെല്ലിൽ തന്നെ കൃത്യതയുടെ പര്യായമായി മാറിയ രവീന്ദ്ര ജഡേജയ്ക്കും കൈമാറിയപ്പോൾ മത്സരത്തിന്റെ ഗതി മാറി. ഒരു ഫ്ലാറ്റ് ഡെലിവറിയിലൂടെ ബട്ട്ലറെ LBWവിൽ കുടുക്കി ജഡേജ ഇംഗ്ലണ്ടിന്റെ അടിത്തറ തോണ്ടി. തൊട്ടടുത്ത ഓവറിൽ ഹർഷിത് റാണ തന്റെ വേഗതയുടെ മായാജാലം പുറത്തെടുത്തു. ഓഫ് സ്റ്റമ്പിന് പുറത്തേക്ക് പോയ പന്തിൽ ഡ്രൈവ് ചെയ്യാൻ ശ്രമിച്ച ഫിൽ സാൾട്ടിന്റെ ബാറ്റിലുരച്ച പന്ത് വിക്കറ്റ് കീപ്പറായ KL രാഹുലിന്റെ വിശ്വസ്തമായ കൈകളിൽ ഭദ്രമായി ഒതുങ്ങി.
തുടർച്ചയായി 2 വിക്കറ്റുകൾ വീഴുന്നതോടെ ഇംഗ്ലീഷ് ഇന്നിംഗ്സിന്റെ വേഗത നിലയ്ക്കുകയും സമ്മർദ്ദം പൂർണ്ണമായും ഇന്ത്യയുടെ ഭാഗത്തേക്ക് മാറുകയും ചെയ്തു. തുടർന്ന് ഇന്ത്യൻ ബൌളർമാർ ഒരുമിച്ച് നിന്ന് ഇംഗ്ലണ്ടിനെ വരിഞ്ഞൊരുക്കി. 17-ാം ഓവറിൽ കുൽദീപ് യാദവ് തന്റെ സ്പിൻ മാന്ത്രികതയിലൂടെ ഹാരി ബ്രൂക്കിനെയും ജേക്കബ് ബെത്തലിനെയും തുടർച്ചയായ പന്തുകളിൽ പവലിയനിലേക്ക് പറഞ്ഞയച്ചു. പന്ത് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ട ബ്രൂക്ക് LBW ആയപ്പോൾ സ്ലോഗ് സ്വീപ്പിന് ശ്രമിച്ച ബെത്തൽ ഡീപ് മിഡ് വിക്കറ്റിൽ ക്യാച്ച് നൽകി മടങ്ങി. ഈ 2 വലിയ പ്രഹരങ്ങൾ ഇംഗ്ലീഷ് ബാറ്റിംഗ് നിരയുടെ നട്ടെല്ലൊടിച്ചു. പിന്നീട് വിക്കറ്റുകളുടെ ഘോഷയാത്രയായിരുന്നു. മധ്യ ഓവറുകളിൽ ഹർദിക് റൺ റേറ്റ് നിയന്ത്രിച്ചപ്പോൾ കുൽദീപ് നിരന്തരം ബാറ്റർമാരെ തെറ്റായ ഷോട്ടുകൾ കളിക്കാൻ പ്രേരിപ്പിച്ചു. ഇംഗ്ലണ്ടിന്റെ വാലറ്റം ചെറിയ ചെറുത്തുനിൽപ്പുകൾ നടത്തിയെങ്കിലും കുതിച്ചുയരുന്ന റൺ റേറ്റിനു മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ 41 ഓവറിൽ വെറും 196 റൺസിന് ഇംഗ്ലീഷ് നിര പൂർണ്ണമായും കൂടാരം കയറിയപ്പോൾ 203 റൺസിന്റെ അത്യുജ്വലവും ഏകപക്ഷീയമായ വിജയമാണ് ഈ പ്രാക്ടീസ് മാച്ചിൽ ഇന്ത്യ സ്വന്തമാക്കിയത്. 4 വിക്കറ്റുകൾ വീഴ്ത്തിയ കുൽദീപ് യാദവും നിർണായക സമയങ്ങളിൽ 3 വിക്കറ്റുകൾ വീതം വീഴ്ത്തി മത്സരത്തിൽ ഇന്ത്യയുടെ പിടിമുറുക്കിയ ഹർദിക് പാണ്ഡ്യയും ഹർഷിത് റാണയും ബൌളിംഗിൽ തിളങ്ങി. ഇത് വെറുമൊരു വിജയമായിരുന്നില്ല. ബാറ്റ്സ്മാൻമാർ പടുത്തുയർത്തിയ കൂറ്റൻ സ്കോറിനെ ബൌളർമാർ ഒരു ദയയുമില്ലാതെ പ്രതിരോധിച്ച ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഒരു ഗർജനമായിരുന്നു. ഈ കേവലം ഒരു സന്നാഹ മത്സരത്തിൽ ഇന്ത്യൻ ടീം ഇംഗ്ലണ്ടിനെ പോലൊരു വമ്പൻ ടീമിനെതിരെ ഇങ്ങനെയൊരു പ്രകടനം പുറത്തെടുത്തതെങ്കിൽ ഇനി വരാനിരിക്കുന്ന യഥാർത്ഥ മത്സരങ്ങളിൽ ഇവരുടെ സംഹാരതാണ്ഡവം ഏത് തലത്തിലായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഈ വമ്പൻ പ്രകടനം കാണുമ്പോൾ നമുക്ക് കണ്ണും പൂട്ടി ഉറപ്പിക്കാം, ഈ പരമ്പര ഇന്ത്യ അനായാസം തൂത്തുവാരുമെന്ന്. മാത്രമല്ല, ഇന്ന് ലോക ക്രിക്കറ്റിൽ ഇന്ത്യയെ വെല്ലുവിളിക്കാൻ ഒരു ശക്തിയുമില്ല. അതിപ്പോൾ ടെസ്റ്റ് ആയാലും ഏകദിനമായാലും T20 ആയാലും ക്രിക്കറ്റിന്റെ ഏത് ഫോർമാറ്റിലും ഇന്ത്യൻ ടീമിനെ പരാജയപ്പെടുത്തുക എന്നത് ഇന്ന് അസാധ്യമായ കാര്യമായി മാറിയിരിക്കുന്നു. എതിരാളികളുടെ വലിപ്പം നോക്കാതെ ആഞ്ഞടിക്കുന്ന ഈ യുവത്വവും പരിചയസമ്പത്തും ചേർന്ന ഇന്ത്യൻ പട അജേയരാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.